ബസ് ഡ്രൈവർമാരുടെ അമിത വേഗതയും അശ്രദ്ധയും ഒട്ടനവധി ജീവനുകൾ എടുത്ത കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ ബസ് ഡ്രൈവർമാരെയും ബസ്സുകളെയും പരിശോധിക്കാൻ അധികൃതർ രംഗത്ത്. പേരാമ്പ്ര ജോയിന്റ് RTO, പേരാമ്പ്ര പോലീസ്, പേരാമ്പ്ര എക്സൈസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തിയത്. ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്നതായും ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കുന്നതായും പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന. ഈ മേഖലയിൽ അമിത വേഗത കാരണം തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും പരാതി ഉയരുകയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നും വാഹനങ്ങളുടെ ഫിറ്റ്നസുമാണ് പരിശോധന നടത്തിയത്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. 50ഓളം ബസ്സുകളിൽ നടത്തിയ പരിശോധനയിൽ 25ഓളം ബസ്സുകളിൽ എയർ ഹോൺ, നിരോധിത ലൈറ്റുകൾ എന്നിവ കണ്ടെത്തി. നികുതി അടയ്ക്കാത്ത വാഹനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. വിവിധ നിയമലംഘനങ്ങൾക്കായി 30,000-ഓളം രൂപ പിഴ ഈടാക്കി. സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകളെ ഓരോന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ജോയിന്റ് RTO TM പ്രഗീഷ്, MVIമാരായ T ഫൈസൽ, MG ഗിരീഷ്, N രാകേഷ്, AMVIമാരായ റോണി വർഗീസ്, നൂർ മുഹമ്മദ്, MV അഖിൽ, KK ജിതേഷ്, പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ P ജംഷീദ്, സബ് ഇൻസ്പെക്ടർ M ബിജുരാജ്, CPOമാരായ അരുൺ ഘോഷ്, ജോജോ ജോസഫ്, പേരാമ്പ്ര എക്സൈസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ CP ഷാജി, PC ബാബു, AK പ്രകാശൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ നിരന്തരം പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ചെക്കിങ് ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ്, കേരള പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ളത്. അതിൽ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതും അതേപോലെ കുട്ടികളെ കയറ്റാതെ സർവീസ് നടത്തി പോകുന്ന വാഹനങ്ങളെ പറ്റിയെല്ലാം പരാതിയുണ്ട്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ എയർ ഹോൺ വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ എയർ ഹോൺ മുഴക്കിക്കൊണ്ടാണ് നമ്മൾ പല പ്രൈവറ്റ് ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സംയുക്തമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് തുടർന്നും ഇങ്ങനെ ഒരു പരിശോധന അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ്. വിജയശ്രീ രാജീവ്, ട്രൂ വിഷൻ ന്യൂസ്, പേരാമ്പ്ര.